നഷ്ടപ്പെട്ടത് കർഷകനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളോട് വന്ന് ചോദിച്ചില്ല. ഇതൊരു ഞങ്ങളുടെ ഒരു വിഷമത്തിൽ വന്ന ഒരു പങ്കാളിയാവാൻ അവർ വന്നില്ല എന്നുള്ള ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു കർഷകർ എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള 10,000-3000 പരം വാഴ ആണ് ഒടിഞ്ഞു പോയത്. പക്ഷേ ഇത് വിപണി കൊണ്ട് വിൽക്കാനോ എടുക്കാനോ പറ്റത്തില്ല. ഒരു വാക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മന്ത്രിയുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവരെല്ലാം പോകുമ്പോൾ ഒരു വാക്ക് ഇത് കൃഷി ആരുടെയാണ്, ഈ കൃഷിക്ക് നിങ്ങൾക്ക് പറ്റിയ അതിലുള്ള ഒരു പങ്കാളികളായി ഞങ്ങളെ ഒന്ന് ആസ്വദിപ്പിക്കാൻ പോലും വരാൻ സന്മനസ് കാണിച്ചു. ഒരു രാഷ്ട്രീയക്കാരും വന്നില്ല. അത് ഓരോ കർഷകനും പറഞ്ഞാൽ മനസ്സിലാവും, അല്ലാത്തുള്ളവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. കൃഷി ചെയ്യുന്ന ഒരു കക്ഷിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ നഷ്ടം. അപ്പോൾ ഇനി കൃഷി രംഗത്തേക്ക് വരണമെന്ന് തന്നെ ഇല്ല. കാരണം നമുക്കെന്ന് പറയാൻ വലിയ പ്രതീക്ഷയായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ കൊടുക്കണം, പണയം വെച്ച വീട്ടുകാരുടെ സ്വർണം തിരികെ എടുക്കണം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു മണ്ണിനോട് മല്ലടിച്ച ഈ കർഷകർക്ക്. പക്ഷേ ഇവിടുത്തെ ഈ കാഴ്ചകൾ നെഞ്ച് പിളർക്കുന്നതാണ്. 3500-ലധികം കുലച്ച് കുടം വന്ന വാഴകളാണ് കരിഞ്ഞുണങ്ങി നിലം പൊത്തിയത്. 500 രൂപ പോലും കൃഷിയിൽ നിന്നും ലഭിച്ചില്ല എന്നത് കൊട്ടാരക്കര പെരുങ്കുളത്തെ ഈ കാർഷിക കൂട്ടായ്മയെ മാനസികമായി തളർത്തിക്കളഞ്ഞു. ഈ 1000 മൂട് വാഴയെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഞങ്ങൾ ഒരു വർഷത്തോടെ എടുക്കാൻ പോയി. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മഴ നഷ്ടപ്പെട്ടു. ചിങ്ങത്തിലും കർക്കിടക മാസത്തിലും മഴയില്ലാതെ വന്നപ്പോൾ ഞങ്ങളുടെ കൃഷിയെ അത് ബാധിക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ നമുക്കറിയാം നഷ്ടത്തിലേക്ക് പോകാൻ പോകുന്നതാണ്. എന്നാൽ വെള്ളമടിക്കുവാൻ നമുക്ക് മോട്ടറില്ല, മറ്റു സന്നാഹങ്ങളൊന്നുമില്ലാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തളർന്നുപോയി. നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഏക വഴി. ഈ 18 ചെറുപ്പക്കാരും ഒറ്റ മനസ്സോടുകൂടി എന്ന് പറഞ്ഞു, നഷ്ടം നമുക്ക് വിഷയമല്ല, നമ്മൾ അടുത്ത കൃഷിക്ക് നേരിടണം. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് 1000 മൂട് വാഴയിൽ ഒരു കൊല പോലും വെട്ടിമാറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയെന്ന് പറഞ്ഞാൽ ഇവിടെ പല ചെറുപ്പക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയൊക്കെ ഒരുപാട് ധനസഹായങ്ങളും സ്നേഹവും സഹകരണവും കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു പ്രയാസം നമുക്കുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും തൊട്ടടുത്താണ് മൈലം പഞ്ചായത്ത്, ഇത് പെരുങ്കുളം പഞ്ചായത്ത്, കുളക്കട പഞ്ചായത്ത് പെരുങ്കുളമാണ്. ഇവിടെ ഒരു 1000 മൂട് തൊട്ടടുത്ത മൈലം പഞ്ചായത്ത് തൊട്ടടുത്ത വാർഡാണ്. അവിടെ നമുക്കൊരു 1600 മൂടും വാഴ പോയി. ഈ വാഴകളെല്ലാം പോയി. തൊട്ടടുത്ത അപ്പുറത്ത് ഒരു 10-800 മൂട് വാഴ പോയി. ഒരു 3-4 സ്ഥലത്തായിട്ട് ഇതുപോലെ ഞങ്ങളുടെ കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഈ മേഖലയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളോട് വന്ന് ചോദിച്ചില്ല. ഇതൊരു ഞങ്ങളുടെ ഒരു വിഷമത്തിൽ വന്ന ഒരു പങ്കാളിയാവാൻ അവർ വന്നില്ല എന്നുള്ള ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു കർഷകർ എന്നുള്ള രീതിയിൽ ഈ നാടിൻ്റെ നട്ടലെന്ന് പറഞ്ഞ കർഷകരാണെന്ന് ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് മൈക്കിൻ്റെ മുന്നിൽ പ്രസംഗിക്കാറുള്ളത്. എന്തിനാണ് പ്രസംഗിക്കുന്നത്? ഒരു വാക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മന്ത്രിയുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവരെല്ലാം പോകുമ്പോൾ ഒരു വാക്ക് ഇത് കൃഷി ആരുടെയാണ്, ഈ കൃഷിക്ക് നിങ്ങൾക്ക് പറ്റിയ അതിലുള്ള ഒരു പങ്കാളികളായി ഞങ്ങളെ ഒന്ന് ആസ്വദിപ്പിക്കാൻ പോലും വരാൻ സന്മനസ് കാണിച്ചു. ഒരു രാഷ്ട്രീയക്കാരും വന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായില്ല. അത് നമുക്ക് ഏറ്റവും ഉള്ള ഒരു പ്രയാസമാണ്. പിന്നെ കാണുന്നവരെല്ലാം ചോദില്ല വാഴ പോയല്ലോ, കൃഷി പോയല്ലോ എന്ന് പറയുന്നത് മാത്രമല്ലാതെ അവർക്കൊന്നും നമ്മൾ സഹായിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് നല്ലതുപോലെ അറിയാം, ഒരിക്കലും സഹായിക്കാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും ഇത് കുളക്കട പഞ്ചായത്തിലെ കൃഷിഭവനിലെ ഓഫീസർ നേരിട്ട് വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയ്യാവുന്നത് അനുസരിച്ച് ഞാൻ എഴുതി വിടാം, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. മൈലം പഞ്ചായത്തിലെ കൃഷി ഓഫീസർ ഇതുവരെ വന്നിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവരെ അറിയിപ്പിച്ചിട്ടില്ല, അറിഞ്ഞു വരേണ്ടതാണ്. ഈ പ്രകൃതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെല്ലാം കൃഷി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഫീൽഡ് വർക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങി ഈ കൃഷിയെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങായി തണലായി ഞങ്ങൾ സ്നേഹം കൊണ്ടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൃഷി മുന്നോട്ടുണ്ട്. എന്തായാലും ഇവരുടെ സഹായം നാളെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ നാട്ടിലെ നല്ലവരായ ഒരു പാർട്ടം ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെടുത്ത് മാറ്റിയിട്ടുള്ളതല്ല. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയ ലാഭം കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഈ നാട്ടിലെ പാവങ്ങളെ ഒരുവിധമെങ്കിലും സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ആശുപത്രി കേസ്, അവർക്ക് ഒരു നേരത്തെ അന്നം വാങ്ങിക്കാൻ ഗതിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയാമെന്ന് ഈ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ഉദ്യോഗസ്ഥർ അങ്ങനെ അവരാരും എത്തി നോക്കിയില്ലെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ദൈവം ഇനി ഒരു വഴി കാണിച്ചു തരട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും 18 പേര് കൂടുന്ന ഒരു കർഷക കൂട്ടായ്മയാണ്. 2018 തുടങ്ങി. അന്നെല്ലാം വാഴ ഒടിഞ്ഞിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത് ഒരു വലിയ നഷ്ടം.
ഇത് ഒരുമിച്ച് ഒറ്റ കാരണ്ട് പ്രകൃതി ഭയങ്കരമായിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മൾ ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ പറ്റാത്ത പലപ്പോഴും 1, 2, 10, 100 മൂടെ പോയിട്ടുണ്ട്. ഇത് കൂട്ടായ്മയായിട്ട് അവിടെ ഇവിടെ എല്ലാം ചെയ്ത് 3 സ്ഥലത്ത് ചെയ്ത് 3 സ്ഥലത്തെയും മഴ ഇതുപോലെ പോയി മൊത്തം പോയി തകർന്നു. ഈ പ്രതിസന്ധി അതിനെ തരണം ചെയ്ത് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. സർക്കാർ ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് 2 ചുമടൂടെ മുന്നോട്ട് വെച്ച് തന്നെ ഈ കർഷകർ മുന്നോട്ട് പോകാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. കാലാവസ്ഥ മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചത് ഈ കാലാവസ്ഥ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാലാവസ്ഥയാണ്. 83 ഒരു കാലാവസ്ഥ വന്നെന്ന് പറയുന്നു. പക്ഷേ ഇതുപോലൊരു കാലാവസ്ഥ ഈ നാടിന് അടുക്കിയിട്ടില്ല. ഭയങ്കരമായി ഒരു ദിവസം നോക്കി നിൽക്കുമ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നത്. നമുക്ക് ഈ 10,000 മൂടിന് നമുക്ക് ഉതവെടുക്കാനോ കയറിട്ട് കെട്ടാനോ നമുക്ക് പറ്റത്തില്ല. കാരണം ഒന്നും ആയിട്ടില്ല ഇത് എൻ്റെ എങ്ങനെ നമുക്കിത് മുതലാക്കാൻ പറ്റും? തീർച്ചയായും മാനസികമായിട്ടും നമുക്കുണ്ടായ ഒരു പ്രയാസം എന്ന് പറഞ്ഞ് ഇനി കൃഷിരംഗത്തേക്ക് വരണമെന്ന് തന്നെ ഇല്ല. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ നമ്മൾ തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം കൊടുക്കാം. അപ്പോൾ ഈ കർഷകരുടെ മക്കളെ പഠിപ്പിക്കണം, മറ്റ് ധനസഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടവരാണ്. ഈ കൃഷി പോയതിലൂടെ മാനസികമായിട്ട് എല്ലാവരും തകർന്നു കഴിഞ്ഞു. ഒരുപാട് പൈസ കടമാണ്. കടം മേടിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ മുങ്ങി നിൽക്കുമ്പോൾ വീണ്ടും ഇതുപോലെ കാറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ മുന്നേറാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ആലോചിച്ചിരിക്കുന്നത്. ഉദ്യോഗ തലത്തിൽ, സർക്കാർ തലത്തിൽ എന്തെങ്കിലും അറിഞ്ഞോ കേട്ട് സഹായിക്കാൻ പറ്റും. സഹായിച്ചാൽ അത് വലിയ ഉപകാരമായിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ.